മാന്യ പ്രേക്ഷകർക്ക് മോട്ടീവ് സ്റ്റഡീസിന്റെ ആദ്യ വീഡിയോയിലേക്ക് സ്വാഗതം. ഇക്കാര്യങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞാൽ ദോഷം നിങ്ങൾക്ക് തന്നെ. ഇന്നത്തെ കാലത്ത് ആളുകൾ പലപ്പോഴും അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരസ്പരം പങ്കുവെക്കുന്നു. എന്നാൽ പലപ്പോഴും അത് വലിയ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം. ജീവിതത്തിൽ വിജയിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ചില രഹസ്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ മാത്രം ഒതുക്കണമെന്ന് ചാണക്യൻ പറയുന്നു. ചാണക്യൻ പറയുന്ന ഏറ്റവും വലിയ ഗുരുമന്ത്രം ഇതാണ്: രഹസ്യങ്ങൾ ആരോടും പറയരുത്, അത് നിങ്ങളെ നശിപ്പിക്കും. നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി മറച്ചു വെക്കണം എന്ന് ചാണക്യൻ പറയുന്ന ആ 5 രഹസ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഒന്നാമതായിട്ട് ചാണക്യൻ പറയുന്ന മുന്നറിയിപ്പ്: കുടുംബ പ്രശ്നങ്ങൾ. പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരില്ല. ചട്ടിയും കലവുമായാൽ തട്ടിയും മുട്ടിയും എന്നൊക്കെയിരിക്കും. നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങളോ ആരോഗ്യ പ്രശ്നങ്ങളോ ആരോടും പറയരുത്. ഇത് മറ്റുള്ള ആളുകൾക്ക് നിങ്ങളുടെ ബലഹീനത മുതലെടുക്കാനോ നിങ്ങളെ കളിയാക്കാനോ ഉള്ള അവസരങ്ങൾ കൊടുക്കുന്നു. നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ തന്നെ പരിഹരിക്കുക, അത് പറഞ്ഞുകൊണ്ട് നടക്കാൻ ഉള്ളതല്ല. ഇനി രണ്ടാമതായിട്ട് ചാണക്യൻ പറയുന്നു നിങ്ങളുടെ നേട്ടങ്ങൾ. പുകഴ്ത്തുന്നവന് സുഹൃത്തുക്കളെ ഒരുപാട് ലഭിക്കുന്നു, എന്നാൽ സത്യം പറയുന്നവന് എതിരാളികളെയും. ചാണക്യൻ പറയുന്നു നിങ്ങളുടെ വിജയങ്ങൾ, നിങ്ങളുടെ സന്തോഷങ്ങൾ, നിങ്ങളുടെ നേട്ടങ്ങൾ എന്നിവയെക്കുറിച്ച് അമിതമായി ആരോടും വിളമ്പരുത്. ഇത് മറ്റുള്ളവരെ അസൂയപ്പെടുത്തുകയും നിങ്ങളോട് ഒരു നെഗറ്റീവ് ചിന്ത ഉണ്ടാക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ സന്തോഷം എന്താണോ അത് നിങ്ങൾ മാത്രം ആസ്വദിക്കുക, അത് പറഞ്ഞുകൊണ്ട് നടക്കാൻ ഉള്ളതല്ല എന്ന് ചാണക്യൻ മുന്നറിയിപ്പ് നൽകുന്നു. ഇനി മൂന്നാമതായിട്ട് ചാണക്യൻ പറയുന്നു ദാനം. ദാനം ആപത്തുകളെ തടയും. മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും നല്ല പുണ്യപ്രവൃത്തിയാണ് ദാനം കൊടുക്കൽ. പുരാണ ഗ്രന്ഥങ്ങളിൽ ജീവകാരുണ്യത്തിന്റെ മഹത്തായ പ്രാധാന്യം പരാമർശിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ നിങ്ങൾ ദാനം ചെയ്യുന്നത് ആരും അറിയരുത്. ഇത് ദാനത്തിന്റെ പുണ്യഫലത്തെ ബാധിക്കുന്നു. രഹസ്യമായി ചെയ്യുന്ന ദാനമാണ് ഏറ്റവും മികച്ചത്. ഒരു കൈ അറിയാതെ മറുകൈ കൊടുക്കണം എന്നാണ് പറയുന്നത്. നാലാമതായി ചാണക്യൻ പറയുന്നു സമ്പത്ത്. സമ്പത്തില്ലാത്ത വ്യക്തി സ്വന്തം കുടുംബത്തിൽ നിന്നുമാണ് ആദ്യം അവഗണിക്കപ്പെടുക. പണമാണ് ഇന്ന് മിക്ക ബന്ധങ്ങളും നിലനിർത്തി കൊണ്ടുപോകുന്നത്. പണമുള്ളവരാണ് ഈ ലോകത്ത് ഇന്ന് വിലയുള്ളൂ. അതുകൊണ്ട് ചാണക്യൻ നൽകുന്ന മുന്നറിയിപ്പ്: നിങ്ങളുടെ വരുമാനം, ചെലവുകൾ, നിങ്ങളുടെ സമ്പാദ്യം, നിക്ഷേപം എന്നിവയെക്കുറിച്ച് ആരോടും പറയരുത്. ഇത് ആളുകൾക്ക് നിങ്ങളോട് അസൂയ ഉണ്ടാക്കുകയോ നിങ്ങളെ മുതലെടുക്കാൻ ശ്രമിക്കുകയോ ചെയ്തേക്കാം. പണമുള്ള ഒരു വ്യക്തി എന്തു തെറ്റ് ചെയ്താലും സമൂഹം ആ കൂടെ നിൽക്കുന്നു. എന്നാൽ ദരിദ്രനായ ഒരു വ്യക്തിയെ എപ്പോഴും ആളുകൾ ആ ഒരു കണ്ണിലൂടെ മാത്രം കാണുന്നു. അതുകൊണ്ട് ഒരിക്കലും നിങ്ങളുടെ സമ്പാദ്യം, നിങ്ങളുടെ ചിലവുകൾ തുടങ്ങി ഒരു കാര്യവും ആരോടും പറയേണ്ടതില്ല. ചാണക്യൻ നൽകുന്ന മുന്നറിയിപ്പ്. അഞ്ചാമതായിട്ട് ചാണക്യൻ പറയുന്നു ദാമ്പത്യ ബന്ധം. ഒരു സ്ത്രീ ഭർത്താവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ അയാളെ പൂർണ്ണമായും അവൾ വിശ്വസിക്കും. അതേപോലെ ഭാര്യയെ ഭർത്താവ് നന്നായി സ്നേഹിക്കുന്നു എങ്കിൽ അവളുടെ സൗന്ദര്യം അവന് കണ്ടെത്താൻ പറ്റുന്നു. യഥാർത്ഥ ഭാര്യ ഭർത്തൃബന്ധത്തിൽ അളവുകോലിന്റെ ആവശ്യമേ വരുന്നില്ല. ചാണക്യൻ നൽകുന്ന മുന്നറിയിപ്പ്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള കാര്യങ്ങൾ ഒരിക്കലും മൂന്നാമതൊരാളോട് വെളിപ്പെടുത്താൻ പാടില്ല. ഇത് ചെയ്യുന്നത് നിങ്ങളുടെ ദാമ്പത്യ ബന്ധത്തെ ദുർബലപ്പെടുത്തുകയും കുടുംബത്തിൽ പിരിമുറുക്കങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട് എങ്കിൽ നിങ്ങളായിട്ട് അത് പരിഹരിക്കുക. അതിൻ്റെ ഇടയിലേക്ക് മൂന്നാമത് ഒരാളെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല എന്നുള്ള മുന്നറിയിപ്പ് ചാണക്യൻ നൽകുന്നു. സന്തോഷപ്രദമായ ഒരു ദാമ്പത്യത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഭാര്യ ഭർത്തൃബന്ധത്തിലുണ്ടാകുന്ന സ്നേഹവും വിശ്വാസവും കരുണയും തന്നെയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് തോന്നിയാൽ
നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ നല്ല ഒരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.